ചോദ്യം, ഉസൈറിനെ അലൈഹിസ്സലാം യഹൂദർ ഇബ്നുള്ള അള്ളാൻ്റെ പുത്രൻ എന്ന് പറയുന്നു. എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് വഖാലത്തിൽ യഹൂദു ഉസൈറുൻ ഇബ്നുല്ലാഹ് വഖാലത്തിൻ നസാറൽ മസീഹു ഇബ്നുല്ലാഹ് ദാലിക ഖൗലുഹും ബിഅഫ്വാഹിഹിം യുദാഹിഊന ഖൗലല്ലദീന കഫറു മിൻ ഖബ്ൽ ഖാതലഹുമുല്ലാഹ് ഫഅന്ന യുഫകൂൻ. യഹൂദികൾ ഉസൈർ അള്ളാൻ്റെ മകനാണെന്ന് പറഞ്ഞു. നസാറാക്കൾ അൽ മസീഹ് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞു. ഈ ഉസൈർ അദ്ദേഹത്തെയാണ് യസ്രാ പ്രവാചകൻ എന്നിവർ പറയുന്നത്. അവരുടെ വേദക്കാരുടെ ഒരു ഭാഷ അതാണ് യസ്രാ പ്രവാചകൻ. ഏതായാലും ഉസൈർ അദ്ദേഹം എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പുത്രനായിട്ട് അവരോധിക്കപ്പെട്ടു, അങ്ങനെ വിശ്വസിക്കപ്പെട്ടു എന്നുള്ളതിൽ തഫ്സീറുകളിൽ പല ചർച്ചകളും പല വിഷയങ്ങളുമുണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ട ചില അത്ഭുത പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ. പക്ഷേ ഞാനത് വായിച്ചതിൽ പിന്നെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ തെളിയുന്ന ഒരു വിഷയം, ഈ യഹൂദർ ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ കടുത്ത അവഹേളനങ്ങൾക്കും പീഡനങ്ങൾക്കും കൂട്ടക്കുരുതികൾക്കും വിധേയമായിട്ടുള്ള ഒരു വിഭാഗമാണ്. നമ്മൾ പിന്നെ ഷാമിൻ്റെ ചരിത്രം, ഫലസ്തീൻ്റെ ചരിത്രം ഇതൊക്കെ വായിക്കുമ്പോൾ യഹൂദികൾ വലിയ അക്രമങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. അവർ കൂട്ടക്കുരുതികൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്, കൂട്ടപാലായനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്, അവർ നാട് കടത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പല അതിൻ്റെ ഒരു കാരണം അവർ തന്നെയാണ്. പിന്നെ അവരുടെ നേരെ വന്ന ഈ അക്രമികളായ ഭരണാധികാരികൾ അവരുടെ വകയാണ്. ഈ കൂട്ടക്കുരുതികൾക്കും രക്തതാണ്ഡവങ്ങൾക്കും ഇവർ വിധേയമാക്കപ്പെടുമ്പോൾ അതേപോലെ തന്നെ അവർ ചുട്ട് ചാമ്പലാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ചുട്ട് ചാമ്പലാക്കപ്പെടുകയും പിന്നെ അവർ അന്യായത്തിന് വിധേയമാക്കപ്പെടുകയും ചെയ്തപ്പോൾ പിന്നെ വേദഗ്രന്ഥം കത്തിക്കപ്പെടുകയും വിശുദ്ധ വേദം നഷ്ടമാവുകയും ചെയ്ത സന്ദർഭത്തിൽ പിന്നെ വിശുദ്ധ വേദം പഠിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ ഉസൈർ. അദ്ദേഹം തൻ്റെ ഓർമ്മയിൽ നിന്നെടുത്ത് വേദം എഴുതുകയും അതേപോലെ തന്നെ കത്തിയതിൻ്റെ ചില പിന്നെ ഭാഗങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തത് കാരണത്താൽ അദ്ദേഹത്തെ വിശുദ്ധനായി കണ്ട് അദ്ദേഹത്തെ ദൈവപുത്രനായിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പുത്രനായിട്ട് ഇവർ ജൂതന്മാരെ അവരോധിക്കുകയാണ് ചെയ്തത് അല്ലേ. അതായത് വ്യക്തി പൂജ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില ഇത്തരം സേവനങ്ങളിലുള്ള പിന്നെ ആദരവ് മൂത്ത് അദ്ദേഹത്തെ എന്ത് ചെയ്തു, പിന്നെ എങ്ങനെ ആദരിച്ചു എന്നുള്ളതാണ്. ദൈവപുത്രനായിട്ട് അവർ ചിത്രീകരിച്ചു എന്നുള്ളതാണ്. അതാണ് ഞാൻ അതിൽ വായിക്കുന്നത്. ഇദ്ദേഹം ആ പ്രത്യാക്രമണത്തിൽ ജൂതരെ ചുട്ട് ചാമ്പലാക്കുന്നതിൽ ഇദ്ദേഹം രക്ഷപ്പെടുകയാണ് ചെയ്തത്. രക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം പിന്നെ കയ്യിൽ കിട്ടിയതിൽ എടുത്ത് രക്ഷപ്പെടുകയുണ്ടായി. പിന്നെ അദ്ദേഹം ഈ തൗറാത്ത് ക്രോഡീകരിക്കുന്ന ഒരു പുണ്യം ചെയ്തതായി അവർ വായിച്ചിട്ട് അങ്ങനെയാണ് അവരത് അദ്ദേഹത്തിൽ അങ്ങനെ വിശ്വസിച്ചത്. ഞാൻ വായിച്ചത് ഞാൻ ഓർക്കുന്നു ഇതിൽ ചരിത്രത്തിൽ.